ഹലോ. ഹലോ. വിഷുവിൻ്റെ നമുക്കിതൊരു വെക്കേഷനായിട്ട് നമുക്കൊന്ന് ടൂർ പോവാം. ഞങ്ങൾ എവിടേക്കല്ല പോകുന്നത്, നമ്മുടെ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലേക്കാണ് പോണത്. ഞാനും ഏട്ടനും മോളും പിന്നെ ആളുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും വൈഫും 2 മക്കളും കൂടിയാണ് പോണത്. വീട്ടിൽ നിന്ന് പാരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവർക്കൊക്കെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാനും ഏട്ടനും ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ടാണ് പോയത്. ഏട്ടനും എഴുത്തമ്മയൊക്കെ അവർ കോങ്ങാട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പത്തിരിപ്പാലയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പോണ വഴിക്കാണ് നമ്മൾ ഫാൻറ്റസി പാർക്കിൽ ഇറങ്ങി വെള്ളത്തിൽ കളിക്കാനുള്ള ഡ്രസ്സൊക്കെ മേടിക്കുന്നത്. ഈവനിങ് അതിൻ്റെ തലേദിവസം നമ്മൾ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏട്ടൻ വൈകി വന്നുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ അവിടുന്ന് ഒരു പാൻറ്റും ബനിയനും വാങ്ങിച്ചു. പിന്നെ മോൾക്കും അത് അവിടെ കളിക്കാനുള്ള ട്രൗസറുകളും ബനിയനും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു. നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നേരത്തെ ഇറങ്ങണം വിചാരിച്ച ഞങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 11:30 12 മണിയൊക്കെ ആയി നമ്മൾ കോങ്ങാട് എത്തിയപ്പോൾ. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കോങ്ങാട് എത്തി. ഏട്ടൻ ബൈക്ക് അവിടെ നിർത്തി. ഇതിപ്പോൾ ഇച്ചുമ്മേനെ കണ്ടിട്ടുള്ള സന്തോഷമാണ്. എൻ്റെ അമ്പാടി സ്വത്തും കൂടി അവളെ കുറേ ദിവസമായി കണ്ടിട്ട്. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല. അവളുടെ ബർത്ത്ഡേക്ക് വന്ന് പോയതാണ് അവർ. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് പിന്നെ നമ്മൾ കാറിൽ കയറി പോവായിരുന്നു. പക്ഷേ ഇച്ചുമ്മയ്ക്ക് അവൾ തീരെ ഓക്കെ ആയിരുന്നില്ല. ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്കിലൊന്നും യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ കാർ യാത്ര ഞങ്ങൾക്ക് ചെറിയ പാടാണ്. ചെറുതായിട്ടൊക്കെ ഞങ്ങളൊന്ന് വൊമിറ്റ് ചെയ്തു. അതാണ് മേലിൽ വെള്ളമൊക്കെ കണ്ടില്ലേ, കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി. നമ്മളവിടെ എത്തി ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യായിരുന്നു. പിന്നെ അവൾ ഓക്കെ ആയിരുന്നു. നല്ല കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ കുട്ടികളെ കാണുന്നതും അവരുടെ കൂടെ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ സെറ്റായിട്ട് പോവുമായിരുന്നു. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയനാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ലാപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ എൻജോയ് ചെയ്യാനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല ആൾ. ഞാനപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ഒരു വൈബായിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവിടെ വരണം. കാരണം ഞാൻ ഒരു 5 മന്ത് കൺസീവ് പറഞ്ഞ സമയത്ത്, ഇച്ചുവിനെ കൺസീവ് പറഞ്ഞ സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും കയറാൻ പറ്റിയില്ല. അന്ന് ഏട്ടൻ പറയും നമുക്ക് കുട്ടിയൊക്കെ ആയിട്ട് പിന്നീട് വരാം, അപ്പോൾ പാരൻസുമായിട്ട് വരാം, അപ്പോൾ അവർ കുട്ടികളുടെ പാരൻസ് നോക്കാൻ നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ നടന്നില്ല. ഇപ്പോൾ മോൾക്ക് 3 വയസ്സായിട്ട് ഞങ്ങൾ വന്നത്. നിറയെ കളിക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്താ വെച്ചാൽ ഇവിടെ ഏടത്തിയമ്മയുടെ അച്ഛൻ ഇവിടുത്തെ മെയിൻ ഷെഫാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അത് മാത്രമല്ല, ഇതാകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. കളിക്കാനാണെങ്കിലും അതെ, വെള്ളത്തിലിറങ്ങിയിട്ടും അല്ലാതെയൊക്കെ കളിക്കാൻ നിറയെ സൗകര്യമുണ്ട്. നമുക്ക് രാവിലെ കയറിയിട്ട് 6 മണി വരെ നമുക്ക് അവിടെ എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും. അതിനത്രയുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടായിരുന്നു. നല്ല കുട്ടികളുടെ തിരക്കുണ്ട്. ഫാമിലി ടൈംസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് നേരെ ഫുഡ് അടിക്കാനാണ്. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1 മണിയായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല ആർക്കും. അപ്പം നമ്മൾ നേരെ കഴിക്കാൻ പോയി. ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. അച്ഛനെ കാണാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബിസിയായിരുന്നു. ഞങ്ങളവിടെ പോയി. അപ്പോൾ അവർ തന്നെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡ്. നോർമലി അധികം പോകുന്നത് നോൺ വെജ്, അതായത് ബിരിയാണി ആയിട്ട് തന്നെയാണ്. ബിരിയാണി നമ്മുടെ ഇവിടുത്തെ പോലെ ദമ്മിട്ടല്ല, സെപ്പറേറ്റ് ഗ്രേവിയും റൈസും കൂടിയാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. അമ്പാടിക്കൊക്കെ നല്ല വിശപ്പ് പിടിച്ചിട്ടാണ് ഈ ഇരിക്കുന്നത്. അവൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ. ഇച്ചുവിന് പിന്നെയും കുഴപ്പമില്ല, അവളൊന്ന് വൊമിറ്റ് ചെയ്തതിൻ്റെതായതുകൊണ്ട് നിൽക്കായിരുന്നു. സ്വത്തുവിന് ആദ്യം കൊടുത്തു, പക്ഷെ സ്വത്തുവിന് റൈസ് വേണ്ട പറഞ്ഞാൽ അവൾ പിന്നെ ചോറാക്കി. പിന്നെ നമ്മൾ കുറച്ച് ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉണ്ണീന് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി. നമ്മളെല്ലാവരും കഴിക്കും നോർമലി, അവർ ഭയങ്കര ഫേവറേറ്റാണ്. ഇച്ചുവിന് ഞാൻ കുറച്ച് ചോറൊക്കെ വാരിക്കൊടുത്തു. ചിക്കൻ മാത്രം മതി, എനിക്ക് ചോറ് വേണ്ട പറഞ്ഞിരിക്കുമായിരുന്നു. അവൾ മെല്ലെ മെല്ലെ കഴിച്ച് സമയമെടുത്തു കഴിക്കാൻ. അത് കഴിഞ്ഞപ്പോഴേക്കും എടുത്തിയമ്മ ഐസ്ക്രീമൊക്കെ കൊടുന്നു കൊടുത്തു. ഐസ്ക്രീം പകുതി കഴിച്ചുള്ളൂ, ബാക്കി ഞാനും ഉണ്ണിയനും കൂടി കഴിച്ച് തീർത്തേ. പിന്നെ നമ്മൾ പോയത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിരുന്നു. നമ്മളവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്കവിടെ ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി. ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ട് വെള്ളത്തിലിറങ്ങാൻ നിൽക്കുമായിരുന്നു. ഉണ്ണിയേട്ടൻ അവിടെ സൈഡിൽ ലാപ്പുമായിട്ട് വർക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ കൂടെ പോയി. ഇതാണ് അവിടുത്തെ ലോക്ക് റൂം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കീ ഉണ്ടായിരിക്കും. നമ്മളവിടെ പേ ചെയ്യണം. പേ ചെയ്ത് നമുക്ക് ഇവർ ഇതിൻ്റെ ഒരു കീ തരും. അവിടെ നമുക്ക് സേഫായിട്ട് നമ്മുടെ സാധനങ്ങൾ വയ്ക്കും. പക്ഷേ കീ നമ്മൾ നഷ്ടപ്പെടുത്താൻ നോക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇതൊരു 6 മണിയായപ്പോൾ നമ്മൾ റിട്ടേൺ വന്ന് ഫ്രഷായിട്ട് വീണ്ടും നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോവുമായിരുന്നു.
ചായ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഇറങ്ങാൻ വിചാരിച്ചിട്ടായിരുന്നു. നമ്മൾ മലമ്പുഴയും കൂടി പോകണമെന്ന് വിചാരിച്ചത് ഗാർഡനിലേക്ക്, പക്ഷേ നമുക്ക് നടന്നില്ല. കുറച്ചുകൂടി ലേറ്റായിപ്പോയി. നമ്മൾ ഫുഡ് കഴിച്ച് എല്ലാവരെയും കണ്ട് സംസാരിച്ചിറങ്ങിയപ്പോഴേക്കും. അപ്പോൾ സ്വത്തു പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചു. കുട്ടികളൊന്നും കഴിച്ചില്ല, അവരിങ്ങനെ കണ്ണിക്കണ്ട് മാത്രമേ കഴിച്ചു. ഇവിടുത്തെ പഴംപൊരി ഉണ്ടല്ലോ അടിപൊളി. ഞാൻ ഇവിടുന്ന് അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും എനിക്ക് അവിടുത്തെ പഴംപൊരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. എഴുത്തിൻ്റെയൊക്കെ ചായ കുടിച്ചു. ഞാൻ എനിക്കിഷ്ടമാണ് കെവിൻസിൻ്റെ മിൽക്ക് ഷേക്ക്. അപ്പം ഞാൻ മാത്രമേ എടുത്തുള്ളൂ വാനിലയുടെ ഫ്ലേവറും പിന്നെ സ്ട്രോബെറി ഫ്ലേവറും എടുത്തു. മോൾക്ക് വാനില, എനിക്ക് സ്ട്രോബെറി എടുത്തത്. പക്ഷേ അവളുടെ കാര്യം അറിയാലോ, എൻ്റെ കയ്യിൽ എന്താണോ കാണുന്നത് അത് മാത്രം മതി അവൾക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും. തണുപ്പിൽ കുടിക്കാൻ വെച്ചാൽ നല്ല രസമാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ മട്ടിപ്പ് തോന്നാറുണ്ട്. അവൾ എന്നെ കുത്തി പൊട്ടിച്ച് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കുടിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ളതല്ല അവളെ കയ്യിൽ കളർ ചേഞ്ച് ഉണ്ട്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതിനാണിപ്പോൾ ഇനി അടുത്തതായിട്ട് പറയും എൻ്റേത് വേണം പറഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണ് എൻ്റേത് വേണമെന്ന്. അവസാനം ഞാനത് കൊടുത്തു. പിന്നെ അവളുടെ വാനില ഞാനെടുത്തു. ഞാനൊരു പഴംപൊരി, ഒന്നല്ല കേട്ടോ 2 പഴംപൊരി കഴിച്ചതിന്. 2 പഴംപൊരി ഒരു മിൽക്ക് ഷേക്കൊക്കെ കുടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുക ചെയ്തത്. ഫുഡൊന്നും നമ്മൾ കഴിക്കാൻ നിന്നില്ല. വീട്ടിലമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാമെന്നാണ് കരുതിയത്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇനി അടുത്ത 400 കുട്ടികൾക്കുള്ള ഭക്ഷണം അവരവിടെ സെറ്റ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. നമുക്കവിടെ പ്രീ ബുക്കിങ്ങൊക്കെ ഉണ്ട് അവർക്ക് ഫുഡിനൊക്കെ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇച്ചുവിനും സ്വത്തുവിനും അമ്പാടിക്കും കൂടി ഒരേപോലെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എല്ലാം കിട്ടുമല്ലോ, അതുപോലെ ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോയിട്ട് ലോക്ക് റൂമിൽ നിന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. അത് ലോക്ക് ചെയ്ത് നമ്മളിനി അവിടെ ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്തതിൻ്റെ ഒരു 80% നമുക്ക് ഒരു റിട്ടേൺ തരും. നമ്മൾ 250 അവിടെ പേ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി 200 രൂപയോളം തിരിച്ച് നമുക്ക് 50 രൂപ നമ്മുടെ അടുത്ത് അവർ മേടിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് റിട്ടേൺ വന്നു. ഇനി നേരെ നമ്മൾ കാറിലേക്ക് നമ്മൾ അപ്പോഴും വിചാരിക്കുന്നുണ്ട് മലമ്പുഴയും കൂടി പോവാം. അന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പം നമുക്ക് പോയിട്ട് ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്ത് പോരാ വിചാരിച്ചു. പക്ഷെ ലേറ്റായി. പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ച് എല്ലാവരും ടയേർഡായി. എത്ര മണിക്കൂറായിരുന്നെന്ന് അറിയോ? നല്ല രസമായിരുന്നു കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് ടൈം പോണതേ അറിയില്ല. എല്ലാവരും ഫാമിലി ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ കാറിൽ കയറി എല്ലാവരും കൂടി തിരിച്ച് പോവുകയാണ്. വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബോട്ടിൽ. അങ്ങനെ പോയി. ഇനി നേരെ കോങ്ങാട് പോയിട്ട് ഇവർ മോളെയും കൊണ്ട് നേരെ ഞങ്ങളുടെ കോട്ടപ്പുറത്തേക്ക് തന്നെ പോരും. ഞാനും ഏട്ടനും കൂടി ബൈക്കിൽ പോരണം വിചാരിച്ചിട്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് വിഷുവൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ പർച്ചേസും കൂടി കഴിഞ്ഞിട്ട് പോവാം. മോളെയും കൊണ്ട് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അവൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ റിസ്ക്കാണ്. പിന്നെ നമ്മൾ നേരെ പോയി കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കുറച്ച് പടക്കം കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി.